ധന്യഭാഷയിൽ എല്ലാ കരങ്ങളും ഉയർത്തി യേശുവേ നാം വിളിക്കുമ്പോൾ നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നവനാകയാൽ മരിച്ചവനെ ഇറങ്ങി യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഈ വർഷം മുഴുവൻ നടത്തിയ കർത്താവിനെ ഈ അവസാന നിമിഷം വരെ കരുതിയ കർത്താവിനെ നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ നമ്മെ കരുതുന്ന കർത്താവിനെ
ചർച്ച ഒന്നിച്ച് പറഞ്ഞ നന്ദി നന്ദി എന്ത് ചെയ്യുമേ നന്ദി പറഞ്ഞു തുടങ്ങുകയാണ്. ആരംഭം മുതൽ ആദ്യത്തെ ആരംഭം മുതൽ അവസാനം വരെ ദൃഷ്ടി നമ്മുടെ കയ്യിൽ പറഞ്ഞ അത് ദൈവം വിശ്വസ്തനായി കൂടെയിരുന്നു. എല്ലാ കൈവരിച്ചു പറഞ്ഞ നന്ദി 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 നന്ദി. ശാന്തമായി നന്ദി ഒന്നിച്ച് നന്ദി നന്ദി സന്തോഷത്തോട് ഇരിക്കാൻ പറ. രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിഷമിക്കേണ്ട. രാത്രി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് തകർത്ത് കളയുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, അടച്ചു കളയും തീർന്നു എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് കൈയടിച്ചുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷത്തിന് സ്തോത്രം. ചെറുപടി ആത്മാവി ദൈവത്തെ ആരാധിക്കുക. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം.
തിരുവിതപ്പോ ദൈവം നമ്മെ നിർത്തിയതാ ദൈവമല്ല തന്നവരേ നിമ്മതല്ല ദൈവം നമ്മെ നിർത്തിയതാ ദൈവമല്ല തന്നവരേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുടിയ സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുടിയ സ്തോത്രം ഇനിയും കൃപയോടെ കരുടിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ ഇനിയും കൃപയോടെ കരുടിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ സാധുതകളോ അസ്തമിച്ചു പോയപ്പോ സൂത്രങ്ങളോ ആകന്നു മാറിയപ്പോ സാധുതകളോ അസ്തമിച്ചു പോയപ്പോ സൂര്യങ്ങളോ ആകന്നു മാറിയപ്പോ സ്നേഹീകർത്തായേ സകലത്തിലും ജയം തന്നുവല്ലോ സ്നേഹീകർത്തായേ സകലത്തിലും ജയം തന്നുവല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇനിയോ കൃപയോടെ കരുതിടേ ഇനിയോ നടക്കണേ തിരുവിതപ്പോൾ ഇനിയോ കൃപയോടെ കരുതിടേ ഇനിയോ നടക്കണേ തിരുവിതപ്പോൾ ഉയർത്തിയത് ശത്രുഗണം പാലിച്ചപ്പോൾ തലത്തുന്നത് നീതിയുടക്കിയപ്പോൾ ഉയർത്തിയത് ശത്രുഗണം പാലിച്ചപ്പോൾ തകർക്കുന്നത് നീതിയുടക്കിയപ്പോൾ പ്രവൃത്തിയിൽ ഭാര്യമാരെ കൃപകൾക്കും ജയഘോഷമുയർത്തിടുവാൻ പ്രവൃത്തിയിൽ ഭാര്യമാരെ കൃപകൾക്കും ജയഘോഷമുയർത്തിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇനിയോ കൃപയോടെ കരുതിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ ഇനിയും കൃപയോടെ കരുതിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ നിങ്ങളല്ല ദൈവം നമ്മെ നിർത്തിയതാ ദൈവമല്ല തന്നവരേ നിങ്ങളല്ല ദൈവം നമ്മെ നിർത്തിയതാ ദൈവമല്ല ദൈവമല്ല തന്നവരേ നടത്തിയ ഭരണങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം ഇനിയും കൃപയോടെ കരുതിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ ഇനിയും കൃപയോടെ കരുതിടേ ഇനിയും നടക്കണേ തിരുവിതപ്പോൾ സാധുതകളോ അസ്തമിച്ചു പോയപ്പോൾ സോളങ്ങളോ അകന്നു മാറിയപ്പോൾ സാധുതകളോ അസ്തമിച്ചു പോയപ്പോൾ സോളങ്ങളോ അകന്നു മാറിയപ്പോൾ സ്നേഹീകർത്തായേ സകലത്തിലും ജയം തന്നുവല്ലോ സ്നേഹീകർത്തായേ സകലത്തിലും ജയം തന്നുവല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ
രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ കാരുണ്യ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപയോടെ കാരുണ്യരേ. ഇനിയും കൃപയോടെ കാരുണ്യരേ. ഉയർന്നില്ലെന്ന് ശത്രുജനം വാങ്ങിച്ചപ്പോൾ തകർത്തുമെന്ന് നീതിയും മുഴക്കിടുമ്പോൾ. ഉയർന്നില്ലെന്ന് ശത്രുജനം വാങ്ങിക്കുമ്പോൾ തകർത്തുമെന്ന് നീതിയും മുഴക്കിടുമ്പോൾ. ഭാവിയാവേ സുരാതെ മുഖവും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ ഭാവിയാവേ സുരാതെ മുഖവും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കാരുണ്യ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ഇതുവരെ കാരുണ്യ ഇനിയോ കൃപയോടെ കാരുണ്യരേ. ഇനിയോ നടക്കേണ്ട ജീവിതമോ. 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 ഇനിയോ കൃപയോടെ കാരുണ്യരേ. നടക്കേണ്ട ജീവിതമോ. കൃപയോടെ കാരുണ്യരേ. ശബ്ദത്തിൽ നന്ദിയോട് ഫലമേ പറഞ്ഞാൽ എല്ലാ കണ്ണുകളും അടച്ചു ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. രാത്രി നമ്മുടെ നടുവിൽ അവർ എഴുന്നള്ളി വന്നിട്ടുണ്ട്. തുറന്നുള്ള ശുശ്രൂഷയിൽ ദൈവം നമ്മെ സഹായിക്കുന്നതിന് സഹോദരനും സഹോദരി പ്രമോദ് ബ്രദറും സിസ്റ്ററും ശബ്ദമുയർത്തി ചുരുക്കിയ വാക്കുകളിൽ തുറന്നുള്ള ശുശ്രൂഷ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയെ സഹായിക്കും. സ്നേഹത്തിനായി
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, ശരണാർത്ഥിക്കാരനായ മേടിക്കുന്നതിനെ സ്തുതിക്കുന്നതായിട്ട് കർത്താവേ, സ്തോത്രം. ആദ്യ ആരംഭം മുതൽ ഹല്ലേലൂയ അവസാന നിമിഷം വരെ ഇടയിലെ കാത്തു പരിപാലിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കർത്താവേ, സ്തോത്രം. കടന്നു വന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. വാഴുവാനും പ്രാർത്ഥിപ്പാനും കൃപയുന്നതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെ നീ നൽകിത്തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണല്ലോ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ദിനാതിരിക്കാലം ഒരു വിടുതൽ പ്രാപിച്ച് മടങ്ങുവാണ്ടാക്കോണം. ഹല്ലേലൂയ. ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ശുശ്രൂഷിപ്പാൻ ദാസനെ കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവം 30, 60, 100 പേരെയായി ഫലം കായ്പാണ്ടാക്കുവാണ്. ഹല്ലേലൂയ. ദൈവമേനിയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ദേശത്തിനുള്ള വൈദ്യമായി ഒഴിവാക്കണം. നീ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാണ്ടാക്കണം. ഹല്ലേലൂയ. ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അല്പസമയം സന്നിധിയിലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ ഒന്ന് ചൊല്ലാമേ പറഞ്ഞത്. എത്ര പേർക്ക് കർത്താവ് നല്ലവനായിരുന്നു? ഹല്ലേലൂയ പറയാനല്ല, എത്ര പേർക്ക് കർത്താവ് നല്ലവനായിരുന്നു? ഹല്ലേലൂയ പറയാനല്ല, എനിക്ക് നല്ലവനെന്ന് ഉറക്കെ പറഞ്ഞാണ്. എത്ര പേർക്ക് കർത്താവ് നല്ലവനായിരുന്നു? കർത്താവ് വിശ്വസ്തൻ. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോഴും ദൈവത്തിന് വിരോധമായപ്പോഴും ദൈവത്തിന് അകന്നു പോയപ്പോഴും മന്ന ദൈവം തക്ക സമയത്ത് കൊടുക്കുകയാണ്. എന്തെല്ലാം കുറവുകൾ നമുക്ക് സംഭവിച്ചിട്ടും ഒരു ഭാരമില്ലാതെ ഇന്ന് രാത്രി വരെ നടത്തിയ ദൈവത്തിന് ആർപ്പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാല് ദൈവം വിശ്വസ്തനാണ്. മാരണം വരെ ഓർത്തുള്ള ദൈവം വിശ്വസ്തനാണ്. എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ ആരാധിക്കുക. എന്റെ നിക്ഷേപം നീ തന്നെ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. നല്ല ശബ്ദം കൂട്ടിയിരിക്കുന്ന ശബ്ദം. Sundara Yuvale, Madhika Madhave,
കർത്താവിന്റെ രാത്രിയിലും നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നു. അവരുടെ പരിശുദ്ധ സാന്നിധ്യം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും നന്ദി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയില്ല. ഈ രാത്രിയിലെ യോഗത്തിന്റെ പ്രത്യേകത ദൈവത്തിന് നന്ദി പറയാമെന്ന് നമുക്ക് കഴിയുകയില്ല. ഒരു തരി പോലും കുറയാതെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ കൈകളും സ്വന്തത്തിലേക്ക് നിറച്ച് കസേര വേണമെങ്കിൽ ആൾ വരുവാണെങ്കിൽ കുറച്ച് കസേര തൂർത്താൽ മതി. ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് താമര നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്. നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ 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 ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ കൊതിയാണപ്പാ സാന്നിധ്യത്തിൽ കൊതിയാണപ്പാ കൊതിയാണപ്പാ വിധങ്ങൾ ചെയ്യുവാൻ. ആരാധന 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 യേശുവിൻ ആരാധന. ഓ ആരാധന
മൂന്നാം സങ്കീർത്തനം വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കുക. 103-ാം സങ്കീർത്തനം വാക്യമായി പാടി ദൈവത്തെ ആരാധിക്കുക. വായിക്കുന്നവർക്ക് ശബ്ദം ഉയർത്തി വായിക്കുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അങ്ങ് വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനകഴിവിനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവന്റെ വഴികളിൽ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവന്റെ എല്ലായ്പ്പോഴും മത്സരിക്കുകയില്ല, എന്നെ കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദൈവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയുടെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്ന് വന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സിംഹാസനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അടുത്ത രണ്ട് വാക്യം കൂടെ ചേർന്ന് വായിക്കുക. നമ്മുടെ വിശുദ്ധ കരഞ്ഞോർക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവാരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യാം. നമ്മുടെ പാപത്തിൽ രക്ഷിച്ചോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ അഭിമാനിക്കുന്നതിന് തക്കവണ്ണം സ്തോത്രം ചെയ്യാം. യേശു ഉയർത്തെഴുന്നേറ്റ ദൈവമാകിയ സ്തോത്രം ചെയ്യാം. പകർത്തിനി മുഴക്കം പോലെ സ്വർഗത്തിൽ അഭിനയം കേട്ടത്, വെള്ളത്തിൽ രക്ഷി പോലെ സ്വർഗത്തിൽ അഭിനയം കേട്ടത്, സൈനികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ അഭിനയം കേട്ടത്. ഈ ചർച്ചകത്തിരിക്കുന്ന എല്ലാ ആളുകളും ശബ്ദം ഒന്ന് ഉയർത്തി ഒന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ എഴുന്നള്ളിക്കുക. മോശം പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. ഒരു പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ദൈവമേ നിന്റെ സാന്നിധ്യത്തിന്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വന്തപിതാവേ അവരുടെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ അങ്ങ് ഞങ്ങളുടെ നടുവിൽ വന്നല്ലോ. അത്ഭുതത്തോടും അതിശയത്തോടും ഞങ്ങൾ നടത്തുന്നല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല രാത്രിക്കായി ദൈവത്തിന് നന്ദി പറയുക. 2025 എന്നല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നാഴിക വരെ ദൈവം എനിക്ക് നല്ലവനാണ് ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ക്രോസ് ഓവർ 12 മണി കഴിയുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ആണ്ടവരുടെ യോഗമൊന്നും രാത്രി പ്രാർത്ഥനയും ഒക്കെ പേരിട്ടിരിക്കുകയാണ്. ബൈബിളില് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അർദ്ധരാത്രി വരെ പ്രാർത്ഥിച്ച സമയമൊക്കെ ബൈബിളിലുണ്ട്. ഇത് രാത്രി വന്നത് ഒരു വർഷം ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയാനും പുതിയൊരു വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് കടന്നു പോകുവാനും ദൈവം സഹായിക്കും. മദ്യപാനികൾ തീരുമാനമെടുക്കുന്ന ദിവസമാണ് ഡിസംബർ 31 രാത്രി. പുകവലിക്കുന്നവർ തീരുമാനമെടുക്കുന്ന രാത്രിയാണ് 31 രാത്രി ഡിസംബർ. പക്ഷേ ആ തീരുമാനം 2-3 ആഴ്ച കൊണ്ട് തീരും. ഞാൻ ചോദിക്കുന്ന, ഒരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം വേണമെന്നുണ്ടോ? ഇല്ല. ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ, ദൈവത്തിൽ ഉടമ്പടി ചെയ്യുവാൻ വർഷം വരെ അവസാനം വരെ കാത്തിരിക്കണ്ട.
ആ സമയത്ത് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും. ഇന്ന് രാത്രി നാം വന്നത് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. ഒരു വർഷക്കാലം അത്ഭുതത്തോട് ദൈവം നടത്തി. ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ നടത്തി പോർക്കുമ്പോൾ രാത്രി കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പരുടെ മാറും. വാസ്തവത്തിൽ വെട്ടിക്കളയാൻ തക്കവണ്ണം ഫലമുള്ള വിശ്വം കോടാലിയോങ്ങിയ സ്ഥാനത്ത് ദൈവം നമ്മെ നിർത്തിയതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മാത്രം എന്ന് പറഞ്ഞ് കർത്തൃദാസനെ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനത്തിൽ വായിച്ചു. ഇവിടെ പറയുന്നു എന്താണ് ഉപകാരം? വായിച്ചാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വായിക്കുന്ന വായിച്ചു കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ്. വായിച്ചു. ഞാനിപ്പോ 3 വർഷമായിട്ട് ഈ അത്തിയിൽ ഫലം നോക്കുക, പക്ഷെ ഓരോ വർഷവും കാണുന്നില്ല. ശ്രദ്ധിച്ചേ, ഓരോ വർഷവും ദൈവം നോക്കുമ്പോ നമ്മിൽ ഫലമുണ്ട് നോക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരു വൃക്ഷം നട്ടിട്ട് ഫലമില്ലെങ്കിൽ അത് വെട്ടിക്കളയും. ഇവിടെ മറ്റൊരു പറയുന്നത് 3 വർഷമായിട്ട് ഞാൻ നോക്കുക. എന്താ നോക്കുന്നത്? ഫലമുണ്ടോ എന്ന്. നാം അവിശ്വസ്തരായി തീർന്നപ്പോഴും ദൈവം വിശ്വസ്തരായി നമ്മുടെ കൂടെ ഇരുന്നു. നാം നന്ദിയില്ലാതായപ്പോഴും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയുകയില്ല. വെട്ടിക്കളയാൻ തക്കവണ്ണം പലവട്ടം നോക്കി. എന്തുകൊണ്ട് വെട്ടിക്കളയാൻ നോക്കി? ഫലമില്ലാത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, ഫലം കൊടുക്കണം, സൽഫലങ്ങൾ കൊടുക്കണം. നല്ല ഫലം കഴിക്കുന്നവരായി മാറണം. നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറണം. ഏത് സ്വഭാവം? ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ഉടമകളായി മാറണം. നാം ക്രിസ്തുവിനെ പോലെ ഇറങ്ങിയല്ലേ? ഇവിടെ വചനം പറയുന്ന 3 വർഷമായി ഞാൻ നോക്കുക, പക്ഷേ ഫലമില്ല. അതിനെ എന്ത് ചെയ്യണം? ഫലമില്ലാത്തതിനെ വെട്ടിക്കളയണം. സ്ഥലം വേസ്റ്റാക്കി കളയുകയാണ്. പക്ഷെ ഒരാളിടയ്ക്ക് കയറി വന്നു. ആൾ അടുത്ത വാക്യത്തിലുണ്ട്, വായിച്ച്. കർത്താവേ, ഞാനെന്നെ ചുറ്റുമുഖമിട്ട് 1 വർഷം കൂടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് ഗിഫ്റ്റാ കേട്ടോ. ഇത് ദൈവത്തിന്റെ ദാനമാ. 1 വർഷം കൂടെ ദൈവം തന്നിരിക്കുക. ചർച്ച തുടങ്ങിയിട്ട് 3-ാം വർഷം ആകാൻ പോവുകയാണ്. ദൈവത്തിന്റെ അംഗസംഖ്യ കുറയാതെ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ കുടുംബങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആളുകൾ പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്ത് 1-2 പേരെ കാണുന്നില്ല, ഒന്ന് വിളിച്ചു ചോദിക്കാൻ സുഖമില്ല, അവർക്ക് പനിയാണ്. ഇനി ആളുകൾ പറയാറുണ്ട്, ഞാനൊരു കാര്യം ആത്മാവിന് ഉറപ്പ് തരാം, ഫലം കൊടുത്താൽ ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കും. ഫലം കൊടുത്താൽ അഭിവൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കും. അതെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവുമായിട്ട് മിങ്കിൾ ചെയ്യണം, പരിശുദ്ധാത്മാവുമായി ചേർന്ന് നടക്കണം, ആത്മാവിന്റെ സാന്നിധ്യം ഗ്രഹിക്കണം. മോശയോട് ദൈവം പറഞ്ഞു, ആരും തേടി ഒഴിവ് പ്രവേശിക്കാൻ വരാം. പക്ഷെ ഈ ജനം ദുശാഠ്യമോവരാ, ഇവർ മത്സരികളാ, ഇവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തവരാ, ഇവർ എന്റെ വീട്ടിൽ പോകുന്നവരാ. ഞാൻ എപ്പോ നോക്കിയാലും പണിയെടുത്തവരെ തല്ലേണ്ട ഗതികേട് വരികയാ. അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തപ്രദേശത്ത് കൊണ്ടുവരും, ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. മോശയോട് പറഞ്ഞു, അരുത് അരുത്, നീവിന്റെ ഭുജബലം കൊണ്ടും ശക്തി കൊണ്ടും മിസ്രയിൽ നിന്നും പുറപ്പെടുന്ന ജനത്തെ വഴിയിട്ട് കൊന്നുവെന്ന് ജാതികൾ പറയാതിരിക്കുന്നത് അരുത്. 5.5 അടി പൊക്കമുള്ള ഒരു ക്രൂരനായ മനുഷ്യൻ ദൈവത്തെ തടഞ്ഞു നിർത്തുക. അരുത് അരുത്, ദൈവമേ അരുത്, അവരെ കൊല്ലരുത്. ആ മോശയുടെ വാക്കിന് മുമ്പിൽ ദൈവം നിന്നുകൊടുത്തു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിന്നത് നമ്മുടെ വിശുദ്ധിയുടെ ആഴം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടല്ല, നമ്മുടെ ഉപവാസത്തിന്റെ ശക്തി കൊണ്ടല്ല, ദൈവം നമ്മൾ കാണിച്ച കരുണയാ. ആ കരുണയോടെല്ലാം ആർത്ത് വിളിച്ചു ഹല്ലേലൂയ പറഞ്ഞാണ്, ആർത്ത് വിളിച്ച് സന്തോഷത്തോട് ഹല്ലേലൂയ പറഞ്ഞാണ്. 1 വർഷം കൂടെ ദൈവം നമ്മെ നിർത്താൻ പോവുകയാണ്. പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോട് പ്രവേശിക്കാം. തുടർന്ന് കർത്താവിൽ അനുഗ്രഹിക്കുന്ന കർത്താസ് നമ്മളെ സ്നേഹിക്കുന്ന എന്റെ പിതൃഭൂമിയെ സ്നേഹിക്കുന്ന ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന നാൾ മുതൽ ദൈവദാസന്റെ അടുപ്പിന്റെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ആലോചന പ്രാപിക്കാറുണ്ട്.
എന്റെ സ്നേഹിതർക്ക് വിദേശത്ത് വരുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ കൊണ്ടുപോകാറുണ്ട്. കുഞ്ചാനെ എന്നെ വളരെ ഇഷ്ടമുള്ള ആളാണ്. നമ്മുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ആളാണ്. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചു പറഞ്ഞു, ഞാൻ 31-ാം രാത്രി മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ രാത്രി അനുഗ്രഹീതനായ കർത്താവ് ലോകത്തിന്റെ രാജ്യങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നു. കുഞ്ചാനെ 2 കൈകൾ വായിച്ച് നമ്മുടെ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Praise the Lord. ഒന്നുകൂടെ ദൈവത്തെ ശ്രമിച്ചാൽ ഒന്നുകൂടെ വാ തുറന്ന് അനലിയ പറഞ്ഞാട്ടെ. ബ്രിട്ടനിലെ മഹാരാജ്ഞി ആ രാജ്യത്തിന്റെ നാഷണൽ ഡേയിൽ വിശേഷ ദിവസങ്ങൾ നേവി പട്ടാളത്തിന്റെ പരേഡ് സ്വീകരിക്കാൻ വരുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ പട്ടാളക്കാരും 2 ഇഞ്ച് വാ തുറന്നു വേണം ദേശീയഗാനം പാടാൻ. ഈ 2 ഇഞ്ച് വാ തുറക്കാതെ പാടിയാൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യും, ജയിൽ ശിക്ഷയാണ്. ഈ ശിക്ഷയെ ഭയന്ന് എല്ലാവരും 2 ഇഞ്ച് വാ തുറന്ന് ദേശീയഗാനം പാടും. ഇന്ന് രാത്രി 2 വേണ്ട 1.5 ഇഞ്ച് വാ തുറന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാല് ഇല്ല, 1.5 ഇഞ്ച് വാ തുറന്നില്ല, 1/2 ഇഞ്ച് വാ തുറന്നുള്ള ഒന്നുകൂടെ ശ്രമിച്ചാട്ടെ. ഇപ്പോൾ ഇച്ചിരി ശബ്ദമായി ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള കർത്താവിന്റെ പ്രസിദ്ധനായ പ്രൊഫസർ ഷാജി ദിനപ്പുറം അവർ അദ്ദേഹത്തിന്റെ കുടുംബം മാതാവ്, ഏവർക്കും എന്റെ വന്ദനം. ദീർഘവർഷത്തെ ഗോസ്പൽ സംഘത്തിന്റെ ശുശ്രൂഷ അനേകർക്കും പ്രചോദനം നൽകിയ ഒരു കൺവെൻഷൻ സദസ്സയ്യൻ, ആത്മീയ ശുശ്രൂഷയുടെ വക്താവ്, പ്രാർത്ഥന സ്വഭാവമുള്ള വ്യക്തിത്വം, ആരെയും മുഷിപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല ഹൃദയത്തിന്റെ വിശാലതയുള്ള മനുഷ്യൻ. എനിക്ക് വളരെ പ്രിയനാണ്. വേറെ പ്രോഗ്രാമിന് ക്ഷണിച്ചത് വരാൻ പറ്റിയില്ല. ഈ ഡേറ്റിൽ അത് വേറൊരു സ്ഥലത്തായിരുന്നു. ഇന്ന് രാത്രി വരാമെന്ന് വാക്ക് നൽകി അതിന് വെളിച്ചത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ നേരത്തിരുന്നു. എന്റെ പേര് സമർപ്പിച്ചു. കുഞ്ഞു ഫസ്റ്റ് അറിയപ്പെടും. ചച്ചമ്പൂരിന്റെ കേരള സ്റ്റേറ്റിന്റെ ഒരു ഓഡിയൻസ് ശുശ്രൂഷകനാണ്. 1975 മുതൽ 84 വരെ സഭാരാജുണ്ടായിരുന്നു. സഭാരാജ് വിടുകയും പൊതുശുശ്രൂഷ ബന്ധത്തിൽ ഇന്ന് വരെ നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഭാഗം ഇവിടെ ഈ വാർത്താവസാനം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമായി ഞാൻ കാണുന്നു. നിങ്ങൾ എല്ലാവരും കാണാനും ഒരുമിച്ചായിരിക്കും അവകാശം ഒരുക്കി അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ച 4 വിഷയമാണ് ഒരുമിച്ച് ചിന്തിക്കാനായി പോകുന്നത്. ഇന്നത്തെ ദൂത് വിശുദ്ധിയുടെ ദൂതാണ്. അതുകൊണ്ട് ആണ്ടവസാനത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിൽ വേണം പോകാൻ. ഇന്നത്തെ വിഷയം ഉള്ളത് പറയുക. പറഞ്ഞാട്ടെ എല്ലാവരും വാദമെന്ന് പറഞ്ഞാട്ടെ. ഉള്ളത് പറയത്തുള്ളൂ. ഉള്ളത് പറയുക. പറഞ്ഞാട്ടെ. ഇന്നലെ വരെ ഉള്ളതല്ലാത്തത് പറഞ്ഞെങ്കിൽ, കൂട്ടി പറഞ്ഞെങ്കിൽ, കുറച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് മുതൽ ഉള്ളവേ പറയത്തുള്ളൂ. ഈ ഉടായ്പെല്ലാം കളഞ്ഞാൽ ദൈവത്തിന്റെ ഓടിച്ചു നൽകി സ്വന്തം ഉള്ളവേ പറയാം. നമ്മുടെ പ്രിയപ്പെട്ടവർ വിളിക്കുമ്പോ കൂടുതൽ ഭാഷക്കാരെ കേട്ടുള്ളൂ. ഭാഷ നിങ്ങൾ എവിടെ? ഞാനൊരു സ്ഥലത്താണ്. ഏത് സ്ഥലം? സ്ഥലം അറിയത്തില്ല. സ്ഥലം അറിയത്തില്ലേ? ഭാഷ പഠിക്കുമ്പോ ഭാഷ ഒരു സ്ഥലത്ത് നിൽക്കുക. ഒരു ഉള്ളത് പറഞ്ഞില്ല.
ആകെപ്പോലെ വല്ലാതിരിക്കുന്നത്. നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? നിങ്ങളുടെ കർത്തവാസം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെ ഭാര്യ വിളിക്കുമ്പോൾ ഭർത്താവ് പറയും ഞാൻ വള്ളപ്പോട്ട് നിൽക്കുക, പക്ഷെ പുള്ളി കാര്യങ്ങൾ ഈ പരിപാടിയെല്ലാം ഇന്ന് അവസാനിച്ച് ഒരു പുത്തൻ തീരുമാനത്തോടെ പോയാൽ നിന്റെ ഭവനം പരിഹരിക്കപ്പെടും. നിങ്ങൾ മാത്രം സ്വന്തം പറഞ്ഞിട്ടുണ്ട്. 4 വിഷയമാണ്. 4 വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ചാണ്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. ഉൽപ്പത്തി 4:9. യഹോവയായ ദൈവം ഒരു വ്യക്തിയോട് ചോദിച്ച ചോദ്യം, എന്റെ അനുജനായ ഹാബേൽ എവിടെ? 2 മറുപടി, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ കാവൽക്കാരനോ. ഇതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിടന്നു. ദുഃഖകരമായ വിഷയങ്ങൾ, കൂടപ്പുറപ്പിനെ പതിച്ച വിഷയങ്ങൾ. അവന്റെ ചൂട് ആറുന്നതിന് മുമ്പ് ദൈവം ഇടപെട്ടു. ഒരു കാര്യം പറയാം, നീ ഏത് വിഷയത്തിൽ അവയെ അകപ്പെട്ടാലും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഈ അവസാന മീറ്റിംഗിൽ പറയട്ടെ, നമ്മുടെ വിഷയം ദൈവം ഇടപെടാൻ പോവുകയാണ്. എന്റെ കുടുംബത്തിന്റെ വിഷയം ഇടപെടുന്ന ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ച ദൈവത്തെ ശ്രമിച്ചാട്ടെ. രാഷ്ട്രീയക്കാർ ഇടപെട്ടാലും മറ്റാരൊക്കെ ഇടപെട്ടാലും അതിൻ്റെതായ പരിമിതി ഉള്ളൂ. എന്ന സ്വർഗം ഇടപെട്ടാൽ നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറും. അവനന്തരീക്ഷത്തിൽ വാഹമാന വ്യത്യാസം വരും. അപ്പോൾ ഒന്ന്, അവൻ ഉള്ളതും പറഞ്ഞില്ല. 2-ാമത്തെ വ്യക്തി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. ഉൽപ്പത്തി 32:27. രണ്ടാമത്തെ വ്യക്തി യാബോക്ക് എന്ന് പറയുന്ന കടവിൽ സന്ധ്യ മുതൽ വെളുപ്പാക്കാലം വരെ ഇരിക്കുകയും ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 20 വർഷം മുമ്പ് സ്വന്തം ജ്യേഷ്ഠൻ തന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ സന്ദർഭം വീട് വിട്ടോടിയ മനുഷ്യൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ സൂര്യൻ അസ്തമിച്ച വേളയിൽ ഒരു കല്ല് തൂണായി നാട്ടി ആരാധിച്ച സന്ദർഭങ്ങൾ. അവന് മുമ്പ് ഒരു കല്ല് തലണയെ വെച്ചുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ കല്ല് തൂണായി മാറ്റി എണ്ണ പകരുന്നു, തീരുമാനമെടുക്കുന്നു. അമ്മാച്ചന്റെ വീട്ടിലേക്കുള്ള പ്രയാണം. ആ യാക്കോബ് 20 വർഷം അമ്മാച്ചന്റെ ആടുമാടുകളെ നോക്കി, ഭാര്യമാരെ നോക്കി ജീവിതം കഴിച്ചു. ഈ പോകാനുള്ള കാര്യം അത് 2 വിഷയമാണ്. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ട യേശു അപ്പന്റെ കയ്യിൽ അനുഗ്രഹവും യാക്കോബ് സൂത്രത്തിൽ കൈവശമാക്കി. കവിശനത്തിൽ കൂടെയാണെന്ന് പറഞ്ഞത്. അനുഗ്രഹം പ്രാപിച്ചെങ്കിലും സ്വന്തം ഭവനത്തിൽ അവന് നിൽക്കാൻ കഴിയില്ല. ഒരു കാര്യം പറയാം, ദൈവത്താൽ ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ ഒരു ശക്തിക്കെതിരെ തൊടാൻ കഴിയത്തില്ല. ഏതെല്ലാം എതിർപ്പുകൾ ഉയർന്നാലും എന്തെല്ലാം ശബ്ദങ്ങൾ മുഴങ്ങിയാലും അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. ദൈവാനുഗ്രഹത്തിന്റെ സവിശേഷത അത് മാത്രമാണ്. ശ്രമിക്കാമോ? ആ യാക്കോബിന്റെ വിഷയം ഒറ്റവാക്കിൽ ആ ഭാഗം പറഞ്ഞു വിടുകയില്ല. ഒരു രാത്രി മുഴുവനും ചോദിച്ചു, ദൈവത്തോട് ചോദിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. വെളുപ്പാങ്കലത്ത് ചോദിച്ചു, നിന്റെ പേര് എന്ത്? അവൻ ഉള്ളത് പറഞ്ഞപ്പോൾ അവനെ ദൈവം തൊട്ടു. ന്യൂ ഇയർ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ഉള്ളത് പറഞ്ഞാൽ ദൈവം നിന്നെ തൊടും. എന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹമുള്ളവർ കൈവീശോട് ശ്രമിക്കാൻ പറ്റുമോ? എന്നെ തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ ശ്രമിച്ചാട്ടെ. നിന്നെ തൊടണമെങ്കിൽ നീ ഉള്ളത് സംഭവിച്ചേ പറ്റൂ. നീ ആരെന്നുള്ള ദൈവത്തിന് അറിയാം, നിന്റെ പ്രകൃതി അറിയാം,
നിന്റെ സീക്രട്ട് അറിയാം, നിന്റെ കള്ളത്തരം അറിയാം, നിന്റെ വിശുദ്ധിയില്ലായ്മ അറിയാം, നിന്റെ ഇടപാടറിയാം, സകല സീക്രട്ടും അറിയാത്ത ദൈവം നിന്നോട് ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? നിന്റെ ശരീരത്തിലെ ഒരു മറുക സർട്ടിഫിക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മറുക. അത് എവിടാന്നുള്ളത് പക്ഷെ നിനക്കറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ഒരു സ്വർഗമുണ്ട്. എടത്തുവാ സെന്റ് ജോസഫ് കോളേജിൽ 1972 ഇടംമറുകം ഒരു നിരീശ്വരവാദി വന്നു. ആ കാലഘട്ടങ്ങളിൽ അനേക കോളേജുകളിൽ, സ്കൂളിൽ അദ്ദേഹത്തിന്റെ ബുക്കിലെത്ര വലിയ എനിക്ക് വന്നിരുന്നു. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ശിക്ഷകങ്ങൾ കോളേജ് സ്കൂളിൽ ധാരാളം ഉണ്ടായിരുന്നു. അദ്ദേഹം കോളേജിൽ വരുന്ന വാർത്ത എല്ലാവരെയും അറിയിച്ചപ്പോൾ വലിയൊരു കൂട്ടം കോളേജ് ഗ്രൗണ്ടിൽ ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ചു. ഒരു ഏകദിന മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ പങ്കെടുത്തു. അപ്പൊ തന്നെ പുറത്തുനിന്ന ആളുകൾ അദ്ദേഹം ദൈവമില്ലെന്ന് തെളിയിക്കുകയാണ്. എടുത്തുവാ സ്വദേശിയെ പേര് പറയുന്നില്ല, അദ്ദേഹം തുറക്കാരൻ. അദ്ദേഹം ഈ ചടങ്ങിൽ ആരോ പറഞ്ഞ് ഓടി വന്നു. അദ്ദേഹം ഓടിത്തിൽ കയറിയപ്പോൾ ദൈവമില്ലെന്ന് അദ്ദേഹം ചില വാക്കുകളോട് തെളിയിക്കുകയാണ്. അദ്ദേഹം ഡെസ്കിന്റെ മുകളിൽ കയറി കൈയോട്ടിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വീക്ഷിച്ചു. അദ്ദേഹം ഇങ്ങനെ വെച്ചു, ഇടമറകെ മിസ്റ്റർ ഇടമറകെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ അപ്പച്ചൻ പറയാനെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവമില്ലെന്ന് ഇവിടെ പറയിപ്പിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ, ഇടമറകെ, നിങ്ങളുടെ ശരീരത്തിന്റെ പുറഭാഗത്ത് ഒരു മറുക പറ്റിയിരുന്നാൽ അത് കാണാൻ പറ്റുമോ ഇടം മറുക എന്ന് ചോദിച്ചു. എന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ കാണുന്ന ഒരു സ്വർഗ ഉയരത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പൊളിഞ്ഞ് ഫയലും മറ്റെല്ലാം കൂടെ എടുത്തു മാറി അടുത്ത മണിക്കൂറിൽ സ്ഥലം വിട്ടു. ഈ രാത്രി പറയാം, നിന്റെ ശരീരത്തിലെ പാട് എന്ത് രോഗമാണ്, എന്ത് വ്യാധിയാണ് നീ ഇപ്പോൾ അഭിമുഖിച്ചിരിക്കുന്നത്, അത് കാണാൻ കണ്ണുള്ള ഒരു ദൈവമുണ്ട്. ആ ഭാഗം കേട്ടെ. അവൻ സമ്മതിച്ചു, ഞാൻ യാക്കോബാണ്. അവനെ തൊട്ടു, അവന്റെ പേര് മാറി ഇസ്രായേൽ. ഇന്ന് രാത്രിയിൽ നിന്റെ പേര് മാറാൻ പോകുക. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊരു മാറ്റം വേണമെന്ന്? ആഗ്രഹിക്കുന്നതിന് മാത്രം ഒന്ന് കൈവർത്തിയാട്ടെ. ഈ ആണ്ടവസാനത്തിന് മുമ്പാകെ, ഈ അവസാന മണിക്കൂറിൽ എനിക്കും എന്റെ കുടുംബത്തിനും മാറ്റം വേണം. എത്ര പേർ പ്രതീക്ഷിക്കുന്നു? സ്വഭാവത്തിന് മാറ്റം വേണം. നീ രഹസ്യമായി കല്ലുകുടിക്കുന്നെങ്കിൽ, തമ്പാക്ക് തിന്നുന്നെങ്കിൽ, മൂക്കുപടി അടിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിശുദ്ധിക്ക് ചേരാത്ത പാപങ്ങൾ നീ ചെയ്യുന്നെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ച് എനിക്കൊരു മാറ്റം വേണമെന്ന് കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നിയമങ്ങളാണോ ദൈവത്തിനെ ഇന്ന് രാത്രി അനുഗ്രഹിച്ചിരിക്കും. അപ്പൊ സമ്മതിക്കണം. അവർ ഉള്ളത് പറഞ്ഞു. ഞാൻ എന്താണ്? യാക്കോബ്. മൂന്നാമത്തെ വിഷയം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യം. 2 രാജാ 5:25. പിന്നെ അവൻ അകത്തു കടന്ന് യജമാനന്റെ മുന്നിൽ നിന്നു. എന്നാൽ എലീശ അവനോട്, രഹസ്യം നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയനെങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു. ഇവിടെ വലിയ പ്രവാചകനായ എലീശ തന്റെ ശിഷ്യനായ ഗേഹസിയോട് ചോദ്യം ചോദിക്കുകയാണ്. ഇതിനെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇങ്ങനെ നോക്കിയേ. പച്ചക്കള്ളം പറഞ്ഞ് ആ രാജാവിന്റെ പക്കൽ നിന്ന് വാങ്ങി തന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് പ്രവാചകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ശിഷ്യനോട് ചോദിച്ചു, നീ എവിടെ പോയി? നമ്മുടെ ചോദിച്ചപ്പോഴെന്ന് പറയും, വേറെ ഏതോ ചടങ്ങിൽ അകപ്പെട്ടിരിക്കുന്ന സംഭവം. ഈ ഗേഹസിയോടുള്ള ചോദ്യത്തിൽ താൻ ഉള്ളത് പറഞ്ഞില്ല, ഞാൻ എങ്ങും പോയില്ല. ഉള്ളത് പറയാത്ത ഗേഹസിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് പിന്നീട് നമുക്ക് വ്യാഖ്യാനിക്കാം. 4-ാമത്തെ സബ്ജക്ട് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ
ഇങ്ങോട്ട് നോക്ക്. കടം കയറി അവധി പറഞ്ഞ് ഇനി ഒരു അവധിയില്ല. ഈ കടക്കാർ വരുമ്പോൾ പല അവധികൾ പറയുമ്പോഴും അവർ അത്ര കാര്യമാക്കിയില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ള വിഷയം വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തു വന്നാലും നീ ഒരളവിൽ പിടിച്ചു നിൽക്കും. നിന്റെ തലമുറയെ തൊടുന്നൊരു വിഷയം വന്നാൽ നീ ഉറങ്ങത്തില്ല, നീ ചാടി എഴുന്നേൽക്കും. അതിനൊരു പരിഹാരം എന്താണെന്ന് നീ ആരായാൻ ശ്രമിക്കും. നീ എത്ര ഉറക്കമുള്ളവനായാലും അർദ്ധരാത്രി നീ ചാടി എഴുന്നേൽക്കും. നിന്റെ കുഞ്ഞിന് ഫിക്സ് വരട്ടെ, ലൂസ് മോഷൻ വരട്ടെ, നിന്റെ ഭാര്യക്ക് അറ്റാക്ക് ലക്ഷണം വരട്ടെ, നീ മൗനമായിരിക്കുമോ, അനശനാക്കിയിരിക്കുമോ, നീ ചാടി എഴുന്നേറ്റ്. ഈ മകനി പ്രശ്നം രൂക്ഷമായെന്ന് കണ്ടപ്പോൾ അവക്കറിയാവുന്ന പ്രവാചകൻ അടുക്കൽ ചെന്നു. ആ പ്രവാചകൻ ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒന്ന്, നിന്റെ വീട്ടിൽ അവർക്ക് പറഞ്ഞാട്ട് എന്തുള്ളൂ? അവിടെ വീടിന്റെ അടുക്കള മുഴുവനും അറിയാവുന്നവൻ, എന്തെല്ലാം പോരായ്മ ഉണ്ടെന്ന് അറിയാവുന്ന പ്രവാചകൻ ഇന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ പങ്കെടുക്കുന്ന എവരുമേ നിന്റെ ഭവനത്തിലെ ഇല്ലായ്മ അറിയാവുന്നവൻ, ഉള്ളതും അറിയാവുന്ന ഒരു രാജാവ് ഇതിനകത്ത് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കരത്തിന്റെ സ്പർശനം ഒന്ന് അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ അനുസരിക്കണം. അതാണ് പ്രവാചക ഭാഷ്യം. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും അനുസരിക്കുക. ദൈവദാസവർ പറയും അനുസരിക്കുക. പണ്ടൊരു പിതാവ് തന്റെ മകളോട് പറഞ്ഞു, അടുത്ത കടയിൽ ചേർത്ത് 2 കിലോ പഞ്ചസാര വാങ്ങാൻ പറഞ്ഞു. പിതാവ് ഒരു കുടിയും കൂടി. ഈ മകൾ പഞ്ചസാര വാങ്ങാൻ കടയിൽ പോയി. പിതാവ് പറഞ്ഞനുസരിച്ച് 2 കിലോ പഞ്ചസാര വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ തൂക്കി നോക്കേണ്ടത് പറഞ്ഞു. അവിടെ ത്രാസൊന്നുമില്ല. അതേ കൈകൊണ്ട് തൂക്കിയിട്ട് പറഞ്ഞു, ഇത് 2 കിലോ പഞ്ചസാര ഇല്ല, ഇത് കുറവാണെന്ന് പറഞ്ഞു. അല്ല അച്ഛാ, ഞാൻ കണ്ടതാണ് 2 കിലോ ഇല്ല. നീ വേഗം പോയി യഥാർത്ഥ തൂക്കം വാങ്ങി, കുറവാണെങ്കിൽ പരിഹരിച്ചു വരാൻ പറഞ്ഞു. ഈ പെങ്കൊച്ചു പറഞ്ഞു, ഞാൻ പോകത്തില്ല. നീ പോയി നിങ്ങൾ അടിയിട്ടും അമ്പിളരാണ് കുഴപ്പമില്ല. പെങ്കൊച്ച് ഈ വാങ്ങിച്ച മത്സരമായി വീണ്ടും കൊണ്ടുപോയി കടയെ തൂക്കം കാണിച്ചത് ബുദ്ധിമുട്ട് കാണിച്ചു. ഞാൻ ദേശക്കാരനും കുടിയനുമാ വടിയെടുത്ത് പോകാൻ പറഞ്ഞു. ഈ പെൺകുട്ടി 2 കിലോ പഞ്ചസാരമായി കണ്ണുമ്പിലൂടെ പോകുകയും ഈ കടയിൽ ചെല്ലാൻ 3/4 കിലോമീറ്റർ പോകണം. അവളൊരു 1/2 കിലോമീറ്റർ പോലും പോയില്ല. വേറൊരു കടയുടെ അടുക്കൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു, അവിടെ പോയി ഇരുന്ന് കുറെ അധിക സമയമായിട്ട് അവൾ ആ കടയിൽ പോയി പഞ്ചസാര തൂക്കുകയോ ഒന്നും ചെയ്യാതെ ഈ കടയുടെ ബെഞ്ചിൽ ഇരുന്നിട്ട് ആ പഞ്ചസാരമായി അവൾ വീട്ടിലേക്ക് വന്നു. അപ്പനെ കൊടുത്തു. അപ്പ നോക്കാൻ പറഞ്ഞു, എനിക്ക് കറക്റ്റ് തൂക്കം വന്നു. മനസ്സിലായില്ല? ആര് തൂക്കി? എവിടെ തൂക്കി? എങ്ങനെ തൂക്കി? ഇന്ന് രാത്രി പറയട്ടെ, പറയുന്നത് അനുസരിക്കാനും ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ നിന്റെ ബന്ധന വഴിയാൻ പോകുകയാണ്. വർഷങ്ങളായി നിന്നെ കുരുക്കിയ ചില കുരുക്കുണ്ട്. അത് ആര് നോക്കിയാലും അഴിയത്തില്ല. അഴിയേണ്ടവർ അഴിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. നീ ഉള്ളത് സമ്മതിച്ചാൽ ഇന്ന് രാത്രി മുഴുവൻ രാത്രി അവൾ സമ്മതിച്ചു. ഉള്ളത് പറഞ്ഞൊരു ഭരണ അടുത്ത നിമിഷം നമുക്ക് കാണാം. ആ ഭവനത്തിന്റെ അകത്ത് വെറും പാത്രങ്ങളിൽ എണ്ണയുടെ അഭിഷേകം നടക്കുകയാണ്. പുതിയ വർഷത്തിൽ കയറുമ്പോൾ നിന്റെ ഭവനത്തിന്റെ ശൂന്യത മാറാൻ പോകുക, ഞെരുക്കം മാറാൻ പോകുക, കടഭാരം മാറാൻ പോകുക. അവസ്ഥക്കെല്ലാം വലിയ മാറ്റം സംഭവിക്കുന്ന ദിവസങ്ങൾ. ഒന്ന് കൈയടിച്ച സഹോദരന്മാരുടെ കൈയടിച്ച ശ്രമിച്ചാട്ടെ. ദൈവമക്കൾ കൈയടിച്ചു പാടി ആരാധിക്കണം. ഞാൻ 93 ഒരു മീറ്റിംഗിൽ എന്നെ
ദോഹയിലെ ഏജന്റുകാർ ക്ഷണിച്ചു. അതിനു മുമ്പേ ചർച്ച ബോർഡുകാർ ക്ഷണിച്ചു. എല്ലാം ഒരു വർഷം തന്നെ 2-3 പ്രോഗ്രാം പഠിപ്പിച്ചു. മർത്തോമയിലെ യൂത്ത് ഒരു മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ചു. അന്നിരുന്ന വികാരി അച്ഛനും വളരെ കഴിവുള്ളൊരു ആത്മീയനായ പെന്തക്കോസ്ത് വ്യൂള്ളൊരു മനുഷ്യൻ കൂടെയായിരുന്നു. അദ്ദേഹം ആ സദസ്സിൽ പറഞ്ഞൊരു മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൈയടിക്കണം. എല്ലാവരും ചാരി കസേരയിരിക്കുക. കസേരയുടെ ഒരു പടിയുണ്ട്, ബൈബിളൊക്കെ വെക്കാവുന്ന, പാഠപുസ്തകം വെക്കാവുന്ന ആ ഭാഗത്തിട്ട് എല്ലാവരും അടിക്കുക. ഒരു തടിച്ചൊരു സ്ത്രീ ഇങ്ങനെ അടിക്കുന്ന അച്ഛൻ കണ്ടപ്പോൾ അച്ഛൻ അഹംപാടിന് ദേഷ്യം തോന്നി. അച്ഛൻ നിങ്ങൾ കൈയടിക്കാൻ പറഞ്ഞു. എന്നിട്ട് കൈയടിക്കുന്നില്ല. നിങ്ങളുടെ ചിലർ കൈയടിക്കാന്ന് പറഞ്ഞാൽ കൈയടിക്കാനില്ല. ചിലര് തുടരിൽ കളിച്ചോണ്ടി അവരുടെ രീതി. പിന്നെ ചില കൈയടിക്കത്തില്ല. അച്ഛനന്ന് രാത്രി പറഞ്ഞു, നിങ്ങൾ പെന്തിക്കോസുകാരെ പോലെ നോക്കണം, അവർ കൈയടിക്കുന്നവരാണ് പറഞ്ഞു. നമുക്കെല്ലാം എടുത്തോണ്ട് പെന്തിക്കോസുകാരാണെങ്കിൽ കൈയടിക്കത്തണം. അച്ഛന്റെ ധാരണ പെന്തിക്കോസുകാരെ കൈയടിക്കുന്നവരാണ്. പക്ഷെ നമ്മക്കറിയാം നമ്മുടെ ആൾക്കാരെ കൈയടിക്കാത്തവരാണ്. ഇന്ന് രാത്രി കൈയടിച്ച് ഇവിടെ തുള്ളിച്ചാടേണ്ട സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ദൂത ദൈവദാസൻ തന്നത് അവന്റെ ഉപകാരങ്ങൾ പറഞ്ഞാട്ടെ. എന്തിനാ ഒന്നെന്ന് ചേർത്തുള്ളത്? ഒന്നും മറക്കരുത്. നിന്റെ ആയുസിനെ ദീർഘമാക്കിയ ദൈവം, വിലാപത്തെ വ്യക്തമാക്കിയവൻ, രട്ടടിച്ചവൻ. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓർക്കെ ഓർക്കെ ആരാധിച്ചാണ്. സഹോദര കൈയടിച്ചാണ്. ഏതൊരു കൈകൊടുത്ത് ആര് കൈകൊണ്ടിരിക്കാറ്? എല്ലാവരും കൈയടിച്ചാണ്. എല്ലാവരും കൈയടിക്കും. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കരുത്. താഴ്മയോടെ വിനയത്തോടിരിക്കണം. ദൈവം നമ്മെ ആയുസ്, അതിന്റെ പിന്നിൽ നമ്മൾ എത്ര വില കൊടുക്കേണ്ടവരാണ്, സ്തോത്രം പറയേണ്ടവരാണ്. സമയം പോകുമല്ലോ, നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. 4 വിഷയമാണ് സംസാരിച്ചത്. ഒന്നാമത് ദൈവത്തിന്റെ മകനാണ് ആദാം. ആദാമിന്റെ മക്കളാണ് കയീൻ, ഹാബേൽ. സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന ഭാഗമാണ് കയീന്റെ ഹാബേലിന്റെ ചരിത്രങ്ങൾ. അതിൽ 2 ചുരുക്കപ്പെടുന്ന ഭാഗം പറയട്ടെ. രണ്ടുപേരും ആരാധിക്കാൻ തയ്യാറായി. ആരാധനയെ കുറിച്ച് നല്ലൊരു ക്ലാസ് മാതാപിതാക്കൾ ഹാബേലിനും കയീനും കൊടുത്തു. ഒരു കാര്യം പറയാം, മാതാപിതാക്കൾ ആരാധിക്കുന്നവരാണെങ്കിൽ നിന്റെ പിള്ളേർ ആരാധിക്കും. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ആരാധിക്കുന്ന പിതാക്കന്മാർ മാതാക്കൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും ആരാധിക്കും. ചില വീടുകളിൽ കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ സഹോദരൻ ഒറ്റ പോക്ക് പോകും. ഇതാ വരുന്ന പറയും, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് 9:00 ആണിപ്പാടി കയറി വരും. എന്നോട് നിനക്ക് കുടുംബ പ്രാർത്ഥന പങ്കെടുക്കാൻ കഴിയില്ല, അഥവാ പങ്കെടുത്താൽ നീ കൈയടിക്കത്തില്ല, പാടത്തില്ല. പിള്ളേരുടെ പറയും, എടാ പാടണം, എടാ സങ്കീർത്തനം വായിക്കണം, നീ എൻഭാഷ കളിക്കണം. വീട്ടിൽ നിന്ന് എൻഭാഷ കളിക്കുകയാണോ? നിന്റെ സ്വഭാവം പോലെ നിന്റെ പിള്ളേരുടെ സ്വഭാവം. നീ മാതൃകയോടെ ജീവിച്ചില്ലെങ്കിൽ അത് വലിയ തീക്കളിയാകും. പണ്ട് സൺഡേ സ്കൂൾ ആ ചർച്ചിൽ 10-200 മെമ്പേഴ്സ്, വലിയ സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിൽ രാവിലെ 8 മണിക്ക് തുടങ്ങും. ഹെഡ്മാസ്റ്റർ പോവുക. ആ സഭയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അവരാദ്യത്തെ തീരുന്ന താമസം. ആ മോൻ സൺഡേ സ്കൂളിൽ വരാതെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹെഡ്മാസ്റ്റർ തോളക്കിട്ട്, മോനെ വരുന്നില്ല, സമയമായല്ലോ. ഞാൻ പോയി, ഞാൻ ഇല്ലാഴ്ച വരുന്നുണ്ട്. സൺഡേ സ്കൂള് മുടക്കി, സവായ മുടക്കി, നീ ചൂണ്ടയിടുകയാണോ? ഒത്തിരി മീൻ കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഞാൻ പിന്നെ അപ്പനെ കണ്ടെന്ന് ചോദിക്കട്ടെ, അത്ര ശരിയല്ലല്ലോ. കേൾക്കാൻ പറഞ്ഞു, അപ്പൻ അടുത്ത വളവിൽ ചൂണ്ടയിടുക. മനസ്സിലായില്ല? ഇരിപ്പാണ് മനസ്സിലായില്ല. അപ്പൻ അപ്പുറത്തെ വളവിൽ, മോൻ ഇപ്പുറത്തെ വളവിൽ. ആരാ ശരി? അപ്പന് ശരിയല്ല, മകന് ശരിയല്ല. നീ ആദ്യം ശരിയായാൽ
നിന്റെ പിള്ളേര് ശരിയാകും. ഇല്ലെങ്കിൽ നീ വെള്ളം കുടിക്കും, നീ ജീവൻ പോലും അപായത്തിൽ എത്തിച്ചേരും. അതിനു മുമ്പേ നീ മാനസാന്തരപ്പെട്ട് നിന്റെ അശുദ്ധമായി ഉപേക്ഷിച്ച് ശരിയായ മാനസാന്തരത്തിൽ എത്തണം. ഒരു കാര്യം പറയാം, മാനസാന്തരപ്പെടാതെ ആരെ മുക്കരുത്. ശരിയായ മാനസാന്തരപ്പെട്ടാൽ അവർ സഭയ്ക്ക് പ്രയോജനപ്പെടും. ബഹുമാനിയ ഷാഹിബ് പാഷ ആ കാര്യം നിർവഹിക്കുന്നതാണ്. ശരിയായ മാനസാന്തരം ചത്തേ മുക്കാവൂ. മണക്കാല സെമിനാരിൽ 81 ഡിഗ്രി PhD പഠിച്ച കൺവെൻഷൻ പ്രസംഗിലൂടെയാണ് അദ്ദേഹത്തിന് ആ പ്രസ്ഥാനം ഒരു ചർച്ച കൊടുത്തൊരു സ്ഥലം പറയുന്നില്ല. മുഴുവൻ കത്തോലിക്കരാണ് 99%. പഴയ സഭയാണ് എല്ലാം കൂടെ നോക്കിയ 10 താഴെയുള്ളൂ. ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അവിടെ ആത്മാക്കൾ നേടുമെന്ന് കരുതി അദ്ദേഹത്തെ ഇവിടെ ആക്കി. 7 വർഷമായിട്ടും ആരെയും കാണുന്നില്ല. അവയെല്ലാം പരിചയമുണ്ട്. ജോയ്ക്കുട്ടി എന്ന് പറഞ്ഞൊരു സഹോദരൻ എപ്പോൾ ഭാഷ കാണുമ്പോൾ ബഹുമാനത്തോടെ നടക്കും. ഇയാൾ നദിയുടെ അക്കരയാണ്. ഒരു ദിവസം വൈകുന്നേരയിൽ പാസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ ജോയ്ക്കുട്ടി സൈക്കിളെ വരും. പാസ്റ്റർ ജോയ്ക്കുട്ടി വരാൻ പറഞ്ഞു. എന്തോ നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ നാളെ നീ ചാകുമെന്ന് പറഞ്ഞു. അതോ നീ ചാകും, നീ വേഗം സ്നാനപ്പെടണം. ഇത് കേട്ട സഹോദരൻ ജോയ്ക്കുട്ടി വീട്ടിൽ പോയി. ഭാര്യയെല്ലാം പറഞ്ഞു, വീരാമേ നമ്മൾ അവിടുത്തെ ഭാഷ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ ചാവും, എന്ത് വേണം ഇന്ന് അച്ഛാ വീണ്ടും വന്നു. വെള്ളിയാഴ്ചയാണ്. പക്ഷേ എനിക്ക് സ്നാനപ്പെടാം. ഭയങ്കര സന്തോഷം. 7 വർഷം അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ല. ഇപ്പോൾ ഒരു സ്നാനപ്പെടാൻ ഒരു വ്യക്തിയെ ലഭിച്ചു. ഒടുവിൽ അവിടെയുള്ള ലോക്കലിലെ അദ്ദേഹത്തിന്റെ സ്നേഹിക്കപ്പെട്ട ഭാഷമാരെ വിളിച്ചു. ഈ ഞായറാഴ്ച അവിടെ സ്നാനമുണ്ട്, നിങ്ങൾ വരണം. ചന്ദ്രഭാഷയെ വരുത്തി. ചന്ദ്രഭാഷ പറഞ്ഞ് 7 വരണം. യോഗ്യതകൾ പറഞ്ഞ് 7 വരണം. അതേ സ്നാനത്തിന്റെ ക്ലാസ് ഉണ്ട്. ഒരു ജോഡി വസ്ത്രങ്ങൾ കൊണ്ടുവരണം. ഒടുവിൽ ഞായറാഴ്ച എല്ലാം കൂടെ 10-12 ഭാഷമാർ വന്നു. ചന്ദ്രഭാഷ രാവിലെ എത്തി. ഒടുവിൽ 7-ആയി, 8-ആയി, 8-മുക്കാലായി, 9-ആയി, 10-ആയിട്ടും ജോലിക്കുട്ടിയെ കാണുന്നില്ല. ഇങ്ങനെ പാട്ടെല്ലാം പാടി ചന്ദ്രഭാഷമാകെ വിഷമിച്ചു. ലോക്കലിൽ പല ഭാഷമാർക്ക് അടുത്ത സഭയിൽ പോകണം. അവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജോയിക്കുട്ടി ആടിപ്പാടി കോളിലേക്ക് വന്നു. എന്താ താമസിച്ചത്? ഏതോ കാര്യമൊക്കെ പറഞ്ഞു. ഏതായാലും ഇരുന്ന് ക്ലാസ് കൊടുക്കാൻ സമയം കിട്ടിയില്ല. നിന്നുകൊണ്ട് സ്നാനത്തെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുത്തിട്ട് തലയിൽ കൈവച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് സ്നാനത്തിലേക്ക് പോവുക. 3/4 കിലോമീറ്റർ നടന്നു വേണം ആ പുഴയിൽ ചെല്ലാൻ. അക്കരെ അപ്പൊ പുഴയിൽ ചെന്നപ്പോൾ ഈ തമ്പലടിച്ചുള്ള പാട്ടും ഒക്കെ കേട്ടപ്പോൾ ആൾക്കാർ കൂടി, അക്കരെ കൂടി ഇക്കരെ കൂടി. അപ്പൊ സന്ദർഭാഷക്ക് ഒരു നല്ല സന്തോഷം. ഇത്രയും ജനങ്ങളുടെ നടുവിൽ രക്ഷയുടെ തൂത് പറയാൻ അവസരം കിട്ടിയല്ലോ. 20 മിനിറ്റ് അദ്ദേഹം വചനം പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു യോയിക്കുട്ടി ഇറങ്ങി വചനപ്രകാരം അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. ചുരുക്കി പറയട്ടെ, സ്നാനപ്പെടുത്തിയിട്ട് പൊങ്ങി വരുമ്പോൾ ഒരു പറയുന്ന പദമുണ്ട്. എന്ത്? മരണപര്യന്തം പറഞ്ഞിട്ട് വിശ്വസ്തനായിരിക്കാം എന്നാ നിനക്ക് ഇത്രയും പറയുകയും ജോയിക്കുട്ടി ഒരു മുങ്ങോട് പൊങ്ങി. പുള്ളി തീർക്കാൻ കൂടിയിട്ട് അക്കരയ്ക്ക് പോയി. അക്കരെ ചെന്നിട്ട് എല്ലാവർക്കും വിഷ് ചെയ്തു. ആ പോക്ക് പോയത് ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള ജോയിക്കുട്ടിമാര് മുക്കാതിരിക്കുക നല്ലത്. മനസ്സിലായില്ല? ആ ചില ജോയിക്കുട്ടിമാരും മുങ്ങി പോയിട്ടില്ല. കൈയടിക്കത്തില്ല, പാടത്തില്ല, സ്വോത്രം പറയത്തില്ല, സുഭിക്കത്തില്ല, കത്തുവേശടിക്കത്തില്ല. നീ എന്തിനാ മുങ്ങിയത്? സ്വോത്രം പറയുന്നു. നീ എന്തിനാ മുങ്ങിയത്? ഇവിടെ ദൈവത്തിന്റെ മകനാണ് മാതാവിന്റെ മക്കളാണ് കായീൻ ഹാബേൽ. രണ്ടുപേരും ആരാധിച്ചു. ഒരുവൻ തന്റെ കൃഷിയിൽ നിന്ന് ഉത്തമമായത്, യുക്തമായത്, മേന്മയായത്, മെച്ചമായത് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ അത് മെച്ചമായതായിരിക്കണം. ഹാബേൽ അർപ്പിച്ചത് ആട്ടിൻകൂട്ടിൽ നിന്ന് ഏറ്റവും മേധസ്സുള്ളത്. അതാണ് എബ്രായ ലേഖനം വായിക്കുന്നത്. 11 എബ്രായർ 11:4 വായിച്ചാണ്. വേഗം വായിച്ചാട്ടെ. വിശ്വാസത്താൽ ഇവിടെ എബ്രായ ലേഖകൻ കായീന്റെ ഹാബേലിന്റെ യാഗത്തെ കുറിച്ച്
ആദിയാകമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ, നിങ്ങൾ ശ്രദ്ധിക്കൂ, കായിന്റെ ആരാധനയിൽ നമ്പർ 1 വിശ്വാസമില്ലായിരുന്നു, നമ്പർ 2 ഉത്തമമല്ലായിരുന്നു. എന്നാൽ ഹാബേലിന്റെ ആരാധനയിൽ 1 വിശ്വാസം. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ വിശ്വസിച്ചോണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്നുള്ള വചനം പോലെ നമ്മുടെ ആരാധനയിൽ വിശ്വാസം അർപ്പിക്കണം. ഇവിടെ ഊനമില്ലാത്തതായിരിക്കണം. അങ്ങനെ പൗലോസ് പറഞ്ഞത് കൊലോസ്യരുടെ 1-ാം അധ്യായം 13 വാക്യം വായിച്ചാണ്. 1-ാം അധ്യായം കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രത്തിന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇവിടെ പൗലോസ് പറയുമ്പോൾ ശ്രദ്ധിച്ചാട്ട്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ, ഇരുട്ടാരാ? പിശാചിനെ ഒരു പേര് പറഞ്ഞാട്ട് നമുക്കാകെ 2 പേരറിയാം, പിശാചനും സാധാരണ. ഈ 2 കാണാൻ പിടിച്ചിരിക്കുക. പിശാചിന് 40 നാമങ്ങളുണ്ട്. എന്താ ഇവന് ഇത്രയും പേര് വരാൻ കാരണം? ഇവന് നിലനിൽപ്പില്ലാത്തവരെല്ലാം പല പേര് വെളിപ്പെടും. ഇവിടെ ഒരാള് ഒരു പേര് വെളിപ്പെട്ടു, അതേ വ്യക്തി തിരുന്നു ചെല്ലുമ്പോൾ വേറൊരു പേര്. ഇവന് പല പേരാണ് നിലനിൽപ്പില്ലാത്തത് കൊണ്ട്. ഇവന്റെ പേര് ചതിയൻ, വഞ്ചകൻ, നാശയോഗ്യൻ, അതേ പോഷ്കുമാരുടെ പോഷ്കന്, അപ്പൻ, എതിരാളി, ദൂഷകൻ. നോക്കുക, അനേക പേരുണ്ട്. അലങ്കാര ഭാഷയിൽ കൊലോസ്യ വിശ്വാസികൾ കൊലോസ് പറയുക, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് എങ്ങനെ സ്വന്തം പറയണം? സന്തോഷത്തോടെ ഒരു സ്വന്തം പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഞാൻ സ്വോത്രം പറയാനാ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കൈയുയർത്തി സന്തോഷ സ്വോത്രം പറഞ്ഞാട്ടെ. ഇല്ല, ശബ്ദം വരുത്തിക്കാൻ അത് പ്രാക്ടീസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറഞ്ഞെങ്കിലേ തൊണ്ട വിളിയത്തുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടെ ഭാഷ വന്നപ്പോ ഇറങ്ങിയ നേരത്തെ ഒരു ഈശാഘോഷം ഉണ്ടാക്കി. പിന്നെ എങ്ങനെ സന്തോഷ സ്വോത്രം പറയാന്? യോഗത്തിന് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളവും കടൽമലി ചതിച്ചു, കാലിട്ട് തറയിടിച്ചു. ഇങ്ങനെ കുഴപ്പം ഉണ്ടാക്കിയിട്ട് വന്നാൽ സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റത്തില്ല. അതിന് പൗലോസ് പറയുന്ന സ്തോത്രം പറയുന്നവർ സന്തോഷത്തോടെ സ്തോത്രം പറയണം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഇതിനെടുക്കാനാണ് അങ്ങനെ പറഞ്ഞു. ഈ 2-ാം അധ്യായം 7-ാം വാക്യം, 2:7 വായിക്കുമ്പോൾ അവരുടെ പേരൂടി ആത്മീയവർദ്ധന പ്രാപിച്ചു. പൗലോസ് പറയുന്ന സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഇരിപ്പോട്ടെല്ലാം തികഞ്ഞിരിക്കുക. ആരും തികഞ്ഞിരിക്കരുത്. നിങ്ങൾ ഇപ്പൊ അറിയാം, ഞാൻ ഏതോ വലിയ ആളുള്ള മറ്റല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, തികഞ്ഞിരിക്കരുത്. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. പഴയവനായ ചീലിയുമ്മച്ചനപ്പച്ച ലയിപ്പിച്ചത് ആദ്യകാല അഭിഷേകത്തിന് വേദപുസ്തകം നികണ്ടു. ഉറക്കത്തിൽ ചോദിച്ച ബൈബിൾ ഇന്ന കുളത്ത് ഇന്ന പേരിൽ ഇന്ന വാക്യം എന്ന് പറയാൻ കരുത്തുള്ള മനുഷ്യൻ. അദ്ദേഹം തലമുടിയിൽ 71 വർഷങ്ങളെത്രയായി 10 വർഷത്തെ ബൈബിൾ ക്ലാസ് നടത്തിയ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു, നിങ്ങൾ സ്തോത്രം പറയണമെന്ന് പറഞ്ഞു. എങ്ങനെ സ്തോത്രം പറയുന്നത്? വൈദ്യയിലൂടെ വേണം സ്തോത്രം പറയാൻ. എന്റെ അർത്ഥം അറിയാമോ? അകത്തുണ്ടെങ്കിൽ നിന്റെ പുറത്ത് സ്തോത്രം വരും. അകത്ത് സ്തോത്രമില്ലാത്തതുകൊണ്ട് നീ വായി പൂട്ടിയിരിക്കുന്നത്. ഇത്രയും സമയം സ്തോത്രം പറഞ്ഞിട്ട് ഇടത്തും വലത്തും ഇരിക്കുന്നവർ സ്തോത്രം പറഞ്ഞിട്ട് നിന്റെ വായി സ്തോത്രം വരാത്തവർ അകത്ത് സ്തോത്രമില്ല. നീ മുങ്ങിയതായിരിക്കാം, പക്ഷെ അകത്ത് സ്തോത്രമില്ല. എന്നിട്ട് ഓരോ സ്വന്തം 3:17 വേഗം വിളിക്കുമ്പോൾ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ എങ്ങനെ ഇരിക്കണം? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ യോഗം ആശീർവാദം വരെ
ദൈവമക്കളോട് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ ഇരിക്കണം? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കുന്ന സ്തോത്രം പറയാൻ എന്തെങ്കിലും വകയുണ്ടോ? പുറകോട്ട് നോക്കിക്ക്. ഇന്ന് നീ തളർവാദ രോഗിയായി കഴിയേണ്ടത്, ശവക്കോട്ടയിൽ കഴിയേണ്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്ഥിതി മാറ്റി, ദൈവത്തിന്റെ അവസ്ഥ മാറ്റി, അനാരോഗ്യം മാറ്റി, ആ തളർച്ച മാറ്റി, തലകർക്കം മാറ്റി, എല്ലാ തരത്തിലും മുഴുവൻ തന്ന് ആ ദൈവത്തെ ഒന്ന് ശ്രമിക്കാൻ പറ്റുമോ? ശ്രമിച്ചാണ്ട് വാദനൊന്ന് ശ്രമിച്ചാണ്ട് ഉറക്കെ കൈയടിക്കുക. കൈയടിക്കുക. പോരാ കൈയടിക്കുക. കൈയടിക്കുക. കണ്ണടച്ച് സ്വന്തം പറയും. സ്വന്തം പറ. പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞാട്ടെ വാ തുറക്ക്. കൈയടിക്കുക. വാ തുറക്ക്. എന്റെ വാസം ലഭിച്ചത് പാടിയാണ്. കൈയടിക്ക് സഹോദര, കൈയടിച്ച് ദൈവത്തെ ശ്രമിക്കാതെ. എല്ലാവരും കണ്ണടച്ചു, കണ്ണുകളടക്കിയ. ഇവിടെ കഴിഞ്ഞ 9 വർഷമായി പലതരത്തിലുള്ള വേദനകൾ, വിഷയങ്ങൾ. ഒന്നരിയുമ്പോൾ 9 കെട്ടുന്നത് പോലെ ശക്തികൾ നിന്നെ പൊട്ടിക്കരയിപ്പിച്ചതും നീ ഭയങ്കരിയാണെന്ന് പറഞ്ഞ് തൊടുന്നതും എടുക്കുന്നതെല്ലാം കുറ്റങ്ങളായി, എല്ലാം പ്രതികൂലമോ എന്ന് പറഞ്ഞ് നിലവിളിച്ച ദിവസങ്ങൾ. ഒന്നിലധികം രോഗാത്മാവ് നിന്റെ ശരീരത്തെ ചാപ്പിറ്റിന്ന് ശരീരം മെലിഞ്ഞ് യുരൂപിയാക്കത്തക്ക തരത്തിൽ ഓപ്പറേഷൻ ആക്കാൻ വാദിച്ച ശക്തികൾ ഇന്ന് രാത്രിയിൽ ഒരു വലിയ സൗഖ്യം നടക്കാൻ പോകുകയാണ്, ഒരു വലിയ വിടുവ നടക്കാൻ പോകുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോകുകയാണ്. വീട്ടിൽ നിറങ്ങുമ്പോൾ വലിയ സന്തോഷവും ആനന്ദമായി അവിടെ കാലുകുത്തി കഴിയുമ്പോൾ അരിഷ്ടതകൾ, അസ്വസ്ഥകൾ തലവെക്കാൻ കഴിയാത്ത തരത്തിൽ വെച്ച സാധനം പോലും മറന്നുപോകുന്ന തരത്തിൽ ഓർമ്മക്കേട് വരുത്തി മന്ദിപ്പിച്ച്
നെഞ്ചു കുടിച്ച നീ പോലെ മയക്കുന്ന ആ വിരുദ്ധ ശക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. കണ്ണടച്ചുകൊണ്ടിരുന്നാട്ട്, കണ്ണുകൾ മൂടി പ്രാർത്ഥിക്കുന്നാട്ട്. ആത്മാവ് ഓർപ്പിക്കുന്നു, അത്ഭുതകരമായ വിടുവൻ നിന്റെ മേൽ അയച്ചത് നീ മറക്കരുത്. നീ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ നിൽക്കുന്നത് പ്രാർത്ഥനയുടെ ഫലമാണ്. ഏത് വിധത്തിലും അപകടങ്ങൾ ഭവിയുന്ന സ്ഥാനത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ ഉയർച്ചയ്ക്കെതിരെ, വരുമാനത്തിനെതിരെ ഓട്ടസഞ്ചി ധാന്യം ചോരുന്ന പോലെ ഒരു വശത്തൂടെ അധ്വാനിച്ചത് മറുവശത്തൂടെ ചോർത്തിക്കളഞ്ഞ ശക്തികളുടെ നടുവിൽ ഘട്ടം ഘട്ടമായി വിടുവൽ അയച്ച് നീ ചോദിച്ചത് ഓരോന്നും പിന്നത്തേതിൽ നിനക്കായി നന്മകത്തവ നിന്നെ മാനിച്ച് ഏതു വിധത്തിലും നിന്നെ കെട്ടിക്കെട്ടിപ്പിക്കുവാൻ അതിരുവഴക്കായി വസ്തുപരമായ തർക്കങ്ങളായി കേസാക്കാൻ ഏത് തരത്തിലും പ്രശ്നങ്ങളിലൂടെ നിന്നെ അടിപ്പെടുത്താൻ ശ്രമിച്ച സ്ഥാനത്ത് അത്ഭുതകരമായ വിടുവൻ തന്ന് നിന്റെ മേൽ ജയം തന്നിരിക്കുകയാ. രണ്ട് വിഷയത്തിൽ വേഗം വിടുവ മടക്കാൻ വേണ്ടിയ കൈയടിച്ച് ദൈവത്തെ ശ്രമിച്ചാട്ടെ. കൈയടിച്ച് എല്ലാവരും പോരാ. ആത്മാവിന്റെ പ്രഭാവം ഈ ഓഡിറ്റോറിയം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവസേനയിൽ മഹത്വം കൊടുത്താട്ടെ. ഞാൻ ചുരുങ്ങിയ ഭാഗം രണ്ടുപേരും ആരാധിക്കാൻ തയ്യാറായി. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ലെന്നുള്ള വചനം ഉൾക്കൊള്ളാൻ കഴിയാത്ത കയ്യിൽ ഏറ്റവും മെച്ചമായത് കൃഷിയിടത്തിൽ നിന്ന് മറ്റൊരുവൻ ആട്ടും കൂട്ടത്തിൽ നിന്ന് മേധസ്സുള്ളവനെ അർപ്പിച്ചു. രണ്ടുപേരുടെ ആരാധന, ഒരുവന്റെ ആരാധന തിരസ്കരിക്കപ്പെട്ടു, മറ്റൊരുവന്റെ ആരാധന ദൈവപ്രസാദം. ഈ ദൈവപ്രസാദം ലഭിക്കാത്ത കായിനെ ദൈവം വീക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖവും അഹവും കാണുന്നുണ്ട്. ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എങ്ങനെ വന്ന പോലാണോ അവ ഇരട്ടി വിടുതലുമായിട്ടാണ് പോകുന്നതെന്ന് ഈ രാത്രി ദൈവാത്മാവ് ചോദിക്കുക. പുതിയ വർഷത്തിൽ കാലുന്നു. ആ കാലുന്ന വേളയിൽ പുത്തൻ സമർപ്പണം, പുതിയ ഉടമ്പടി, പുതിയ പ്രതിജ്ഞയോടെ വേണം പോകാൻ. ആരാധന കഴിഞ്ഞ ഉടനെ ദൈവം കായിക വീക്ഷിച്ചു. 3 കാര്യങ്ങൾ കണ്ടു. വായിച്ചാട്ടെ. 34:5-6 വാക്യങ്ങൾ വേഗം വായിക്കാം. മൂന്ന് കാര്യങ്ങളോട് പറയാം. ശ്രദ്ധിക്കട്ടെ. ഒന്ന്, നീ കോപിക്കുന്നത് എന്ത്? ഞാൻ ഉൽപ്പത്തി മുഴുവനും പരിശോധിച്ചിട്ട് കായൻ കോപിച്ച ഒരു ചരിത്രം കാണുന്നില്ല. പിന്നെ എങ്ങനെ പറഞ്ഞു? കായിനെ അടിമുടി ദൈവം നോക്കി. ഇന്ന് രാത്രിയിൽ പാഷന്മാർക്ക് നിന്റെ മുഖഭാവം കാണാം, നിന്റെ പുറം കാണാം. പക്ഷെ പുറം മാത്രമേ അകം കൂടെ കാണുന്ന ഒരു നാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. കായിന്റെ അകം നോക്കിയപ്പോൾ അവന്റെ അകത്ത് മുഴുവനും കോപം നിറഞ്ഞിരിക്കുക. കോപിക്കാറുണ്ടോ? ഇല്ല ഭാഷ, ഇപ്പോൾ ഇല്ല. വീട്ടിൽ ചെറുപ്പോൾ നിങ്ങൾ ഇരിക്കൊണ്ടിട്ട് എല്ലാം നല്ല ശാന്തരാണ്. കോപിച്ചാൽ പാപം ചെയ്യരുത്. ഈ ചേർത്ത് കോപം കയറിയ കണ്ണു കാണത്തില്ല. ഉണ്ടോണ്ടിരിക്കുന്ന പാത്രം പിടയിൽ പോകുന്നത്. എത്രയോ ഗ്ലാസ് പൊട്ടിച്ചു, പാത്രം പൊട്ടിച്ചു. ചില കോപം കയറിയ കവർ വലിച്ചടയും. ചില വീടിന്റെ കവകെല്ലാം ജാഗിരി ലൂസായി കിടക്കുക. ദേഷ്യം വരുമ്പോ കവക തീർക്കുക. പിന്നെ ചില ദേഷ്യം വന്നാൽ നെഞ്ചത്തടിക്കും. അമ്പരത്തിൽ ശബ്ദം കാണത്തില്ല. നെഞ്ചത്തടിക്കുമ്പോ സൗകര്യമായി ഓർത്തോണം, നിനക്ക് ടീബി രോഗം വരും. നീ ചുമച്ച് നീ തീരും. ചിലരാണെങ്കിൽ ദേഷ്യം വന്നാൽ തലകൊണ്ട് ഭിത്തിയിലിടിക്കും. കോൺക്രീറ്റ് വീടിന്റെ ഭിത്തിയിലിടിച്ചാൽ
നിന്റെ തലയ്ക്ക് ട്യൂമർ വരും. കോപം തീർക്കുന്നത് ആ തരത്തില്. പണ്ടൊരു മനുഷ്യൻ ഭയങ്കര കോപിച്ചിലായിരുന്നു. അങ്ങനെ ജീവിച്ച വരവ് ഏതോ സ്ഥാപനം വാങ്ങാൻ പോയപ്പോൾ അഗ്രികൾച്ചർ ഓഫീസിൽ കയറിയപ്പോൾ അവിടെ കൃഷിയുടെ പല തൈകൾ അവർ കണ്ടപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, കവുങ്ങിന്റെ തൈകൾ, പുതിയ തൈകൾ 6 മാസം കഴിഞ്ഞാൽ വെളിയിൽ കായുണ്ടാകും. സാധാരണ കവുങ്ങിൽ കാണുന്ന പ്രതിമാസം എന്ന് പറഞ്ഞു. അതിന് സാക്ഷ്യത്തിനുണ്ട്. അത് ഒരു 15 അത് കവുങ്ങിൻ തൈകൾ വാങ്ങിച്ച് നട്ടു. പറയട്ടെ, 6 മാസമല്ല 3 വർഷമായിട്ടും ഒന്നും കായ്ച്ചില്ല. ചിലെല്ലാം മണ്ടയടിച്ചു പോയി. അതിൽ ഒരെണ്ണം 20 അടി ഉയർന്നപ്പോൾ ഒരു കൊല അടയ്ക്ക കായ്ച്ചു. താഴെ നോക്കിയപ്പോൾ ഓറഞ്ചിന് എത്രയും വലുപ്പത്തിൽ അതിന്റെ സമയത്ത് വിളഞ്ഞു പഴുത്തു. ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഭയങ്കര കോപിച്ച മനുഷ്യൻ. എന്തെന്നറിയാമോ? എല്ലാ ദിവസവും രാവിലെ വന്ന് നോക്കും, ഏതെങ്കിലും കിളികളോ മുമ്പാലോ കൊണ്ടുപോകുമോ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ 10-15 അടയ്ക്കാൻ താഴെ കിടക്കുക മൊബൈൽ ചപ്പിയത് ഏകദേശമായി. അടുത്ത ദിവസം നോക്കിയപ്പോൾ വീണ്ടും 5-6 ഇങ്ങനെ പോയാൽ കാര്യം നടക്കത്തില്ല. ഇത് പറിക്കണം. ഇയാൾക്കൊരു നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഉന്നം ഏത് സാധനം ദൂരെ തെരഞ്ഞാലും താഴെ വീഴും. ഇയാൾ 10-12 കല്ലെടുത്ത് ഈ അടക്കായി എറിയ. പക്ഷേ ഒരൊറ്റ അടയ്ക്ക വീഴുന്നില്ല. കല്ലെല്ലാം ഓലെ കൊണ്ട് തെറിച്ചു പോവുക. ഒന്നാം ദേശീയക്കാരൻ. കാരണം അടക്കായ കൊള്ളത്തിന്റെ കാര്യം, ഈ അടക്കായ കവർ ചെയ്ത് ചാങ്ങിയെടുക്കുന്ന 2 കവുങ്ങിന്റെ ഓല. ഈ ഓല ഉള്ളത് കൊണ്ട് എറിയുന്ന കല്ലുകൾ ഓല കൊണ്ടിട്ട് മാറിപ്പോകുക. ഇയാൾക്ക് ദേഷ്യം കയറി. ഇനി എന്തിനെന്നറിയാമോ? അതിന്റെ മണ്ടയ്ക്ക് കയറാൻ തീരുമാനിച്ചു. ഒരു ഉപകരണം ഉണ്ടാക്കി അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് 2 ഓലയെ പുള്ളി വലിച്ച് താഴെയിട്ടു. താഴെയിട്ടിട്ട് പുള്ളി താഴെ ഇറങ്ങി വീണ്ടും വരാം. വീണ്ടും എറിയ. ആ മണ്ടയ്ക്ക് കയറിയപ്പോ പാത്രങ്ങൾ പഠിച്ചാൽ പോരാ. ഈ കോപമെല്ലാം കയറിയപ്പോൾ അടയ്ക്കാൻ കണ്ടില്ല. സഹോദര സഹോദരി, നിന്റെ ചില കോപം വലിയ വിവർത്തിച്ചത് അവസാനിക്കേണ്ടതായിരുന്നു. കായിനെ നീ കോപിച്ചതായിട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ നിന്റെ അകത്തു കോപം കയറി. കാരണം ആരാധനയിൽ പ്രസാദിക്കഴിഞ്ഞപ്പോൾ, എന്റെ കൂടപ്പുറപ്പിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ, എന്റെ ആരാധന പ്രസാദിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ അകത്തു കോപം കയറി. കോപം അപകടകരിയാണ്. കോപിച്ചാൽ പാപം ചെയ്യരുത്. എന്താ പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത്? കുടുംബത്തിൽ അടിപിടി, സഭയ്ക്കകത്ത് അടിപിടി, എല്ലാം കോപം അമ്പാർത്തോളം. കോപം വരുമ്പോൾ 10 സ്വന്തം പറഞ്ഞു നോക്കിക്കേ, അവിടെ ചതി. പുതിയ വർഷത്തിൽ ഇനി ആരും എന്ത് ചെയ്യരുത്? അങ്ങനെ ഇനി കോപിക്കത്തില്ലെന്ന് ഉറപ്പുള്ള കൈമുഖ്യാണ്. നിങ്ങൾ കോപിക്കത്തിലാണ്. ഇനി ഞാൻ കോപിക്കത്തില്ലെന്ന് തീരുമാനമുള്ള സഹോദരി സഹോദരന്മാർ കൈവെത്താനാ പറഞ്ഞത്. എന്റെ ഷായി ഇതെന്തൊരു വിശ്വാസിയ? നിങ്ങൾ സംഭവിച്ച് ഞാൻ കോപിച്ചത് അവനക്കറിയാം. നിന്റെ പരിപാടിയെല്ലാം അവസാനിച്ചോണം. ഈ ദൂത് പറയാനാണ് ബഹുമാനപ്പെട്ട ഷായി പാഷനെ ക്ഷണിച്ചത്. ഈ ദൂത് പറയാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങളുടെ കൈയടി കിട്ടാനല്ല. നിന്റെ കോപം കളയാതെ നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല. നിന്റെ കുടുംബം രക്ഷപ്പെടണമോ, അട്ടക്കാരി പിടിക്കണമോ, നിന്റെ കോപം കളയണം, ദേഷ്യം കളയണം, പാരമ്പര്യ സ്വഭാവം കളയണം. അവര് കോപം കണ്ടു. രണ്ടാമത് നോക്കിയപ്പോൾ അവന്റെ മുഖം പാടി. ഈ ന്യൂ ഇയറിൽ വന്നിരിക്കുക. ചില മുഖത്തൊരു തെളിച്ചോക്കില്ല. നോക്കിയേ, നോക്കി അടുത്തത് നോക്കിയേ, മുഖത്ത് വല്ല തെളിച്ചമുണ്ടോ? മുഖമെല്ലാം കൂത്തിച്ച് അകത്ത് സന്തോഷം മുഖത്ത് തെളിയും. 29 41 ഇരുന്നാൽ മുഖം തെളിയത്തില്ല. കാരണം ഈ കുശുമുഖിന്റെ വഴക്ക്. ഞങ്ങളുടെ ഒരു സഭയില് ഒരു പ്രോഗ്രാം എന്നെ ക്ഷണിച്ചു. 2 മുമ്പുള്ള, ഇപ്പോഴല്ല 10 വർഷം മുമ്പ്. അപ്പൊ ആ സഭയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 2 ദൂത് കിട്ടി. ആ സഭയ്ക്കകത്ത് ഒരു വിഷയം ഞാൻ രാവിലെ തന്നെ ചേർത്തു. 10 മണിക്ക് 9 എത്തും. ഞാൻ ഭാഷ എന്തുകൊണ്ട് വിശേഷം, എന്തുകൊണ്ട് വിശേഷം ഞാൻ ചോദിച്ചു. പക്ഷേ സമയമല്ല, ഭിന്നിപ്പ് വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. എന്താണ് ഭിന്നിപ്പുണ്ടോ? ഒരേ ഭാഷ പറയുക, ഇവിടെ ഒരു ഭിന്നിപ്പുമില്ല, പക്ഷെ യോജിപ്പില്ല. മനസ്സിലായില്ല? ഭിന്നിപ്പില്ല, പക്ഷെ
ചിന്നമേ കുഞ്ഞമേ കണ്ടാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ന്യൂ ഇയർ കേറുന്നു, കൃത്യമേശ ഭക്ഷിക്കാൻ പോകുന്നു. ഈ പിന്നിപ്പോടെ പിണങ്ങി ഇണങ്ങിയിരിക്കുന്ന ഓരോരുത്തോടും നീ ക്രമീകരിച്ച് ഇനി മേലാൽ പിണങ്ങത്തില്ല. ഇണങ്ങണം. ചില ഇണങ്ങ് രണ്ടാഴ്ച വീട്ടിൽ പിണങ്ങും. ഈ പരിപാടിയെല്ലാം കളഞ്ഞ് നീ ശരിയായ മാനസാന്തരത്തിൽ വരണം എന്ന് അവസരിപ്പിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ പറയുന്നു. 3 പാപം വാദിക്കൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് പാപത്തിന് വലിയ നിഷ്ഠികളപ്പുണ്ട്. ഇത് നോക്കി സമയങ്ങൾ കളയുന്ന പാഷന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. നമ്മുടെ പ്രാർത്ഥന കടന്നു കളയുക. ഈ 2026 അധികം ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. പിന്നെ സമയത്തെ കൊല്ലുന്ന ഒരു സാധനമാണ്. നിങ്ങൾ അതിനെ മുമ്പിൽ സ്വന്തം പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, പാപം ബാധിക്കൽ ഒരു ചിന്തകം പറഞ്ഞ പാപം അവസാനിപ്പിക്കാം. വീട്ടിൽ നായകൻ രാവിലെ പത്രം വായിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുക. അപ്പോഴാണ് അങ്ങേ പറമ്പിൽ രക്ഷണി മൂർഖൻ ഇഴഞ്ഞ് സിറ്റൗട്ടിനടുക്കലേക്ക് വരിക. പത്രം വായിച്ച ഗ്രഹനായകൻ പത്രം ഇട്ടിട്ട് ഈ മൂർഖൻ പാമ്പിന്റെ കരിമൂർഖന്റെ അടുക്കൽ ചെന്ന് മുട്ടയിലിരിക്കുക. നിന്റെ ചന്ദ്രക്കൊരുന്ന് വായിക്കട്ടെ. ഇരിക്കുവോ? മൂർഖൻ പാമ്പിന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകൊത്തി ഇരിക്കുമോ? നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നു. ആരെങ്കിലും ഇരുന്നാൽ നിന്റെ നെറ്റിക്ക് അവൻ കൊത്തും, നിന്നെ കവറുകയും. ഇതുപോലെ വേണം നീ പാപത്തെ കാണാൻ. പാപത്തെ ലാഘവത്തോടെ കാണരുത്. പാപത്തെ നിസ്സാരമായി കാണരുത്. പാപത്തെ ഏതുമില്ലാത്തതായി കാണരുത്. ഗൗരവമായി കാണണം. സീക്കേപ്പച്ചൻ പറയുന്നൊരു പ്രൈസുണ്ട്. ഇത് ഉപ്പാപ്പക്കളിയല്ല. ഭാഗ്യസാരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി പറയാം, ഇത് ഉപ്പാപ്പക്കളിയല്ല. ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ കരശാലികളായിരിക്കണം, വിശുദ്ധരായിരിക്കണം, വേർപാട് പാലിച്ചവരായിരിക്കണം. ഇന്ന് രാത്രിയിൽ കായിനോട് ചോദിച്ചപ്പോൾ കായിന്റെ മറുപടി, ആരാധന പ്രസാദിക്കാന്റെ കായിൻ കൂടപ്പുറപ്പിനെ വയലിൽ കൊണ്ടുപോയി. എന്തിനാ? കൃഷി ചെയ്യാനാണോ? അല്ല. സ്നേഹം പങ്കുവെക്കാൻ അല്ല. ആരാധനക്കാരനായ സഹോദരനെ കൊല്ലാൻ. ഓർത്തോണം, ഈ കൊല്ലുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു കോപിക്കുന്നുണ്ട്. ഓർത്തോണം, ചില കാര്യങ്ങൾ മുന്നമേ കണ്ടുകൊണ്ട് ദൈവം സംസാരിക്കുന്നത്. അന്ന് അവൻ ആ ദൂത് ഏറ്റെടുത്തില്ല. നിന്റെ മുഖം വാടുന്നത് അത് അവൻ പ്രതികരിച്ചില്ല. പാപം ബാധിക്കൽ. ഈ 3 സന്ദേശം കയ്യിലെ കൈമാറുമ്പോൾ ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ കല്ലിച്ചിരിക്കുന്ന കയ്യിൽ അവന്റെ അവസാനം എന്ത് പറ്റി? കൂടപ്പുറപ്പിനെ കൊല ചെയ്തിട്ട് പേടിച്ചരണ്ട് ഇപ്പോൾ ദൈവത്തോട് പറയുക, എന്നെ ആരെങ്കിലും കൊല്ലാതിരിപ്പാൻ എനിക്കൊരു അടയാളം വേണമേ. ഇപ്പോൾ അവന് ഭയമായി. കൊല്ലാൻ ഭയമില്ലായിരുന്നു. കൊലയത് കഴിഞ്ഞപ്പോ ഭയമായി. പാപം ചെയ്തിരുന്നെങ്കിൽ, ആ ഭയം ഉണ്ടായിരുന്നെങ്കിൽ നീ പാപത്തിൽ വീഴത്തില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാവരും കരം ഉയർത്തിയാട്ടെ. കരം ഉയർത്തി, കൈ ഉയർത്തി ഒരു 2 മിനിറ്റ് സ്വന്തം പറഞ്ഞാട്ടെ. അവൻ ഉള്ളത് പറഞ്ഞില്ല. എല്ലാവരും കൈ ഉയർത്തി സ്വന്തം പറഞ്ഞാട്ടെ. നിങ്ങൾ ശബ്ദമില്ലേ? നിങ്ങൾ വാദം ശ്രമിക്കാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. ഇനി ഭാര്യയോട് ഭർത്താവിനോട് ഉള്ളതേ പറയുന്നു. കൈ താത്തില്ല. ഞാൻ ദൂരം അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അബുദാബിയിൽ ഷാർജയിൽ മീറ്റിങ്ങിന് പോയി. എനിക്ക് അടുത്ത അലയിൽ പോകണം. അത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ ചിലർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അടുത്ത ദിവസം വരട്ടെ. ഞാൻ ഇറങ്ങിയപ്പോൾ 2-3 പേര് കൊണ്ട് പറഞ്ഞു, ഭാഷകളെ ഞാൻ അലയിൽ കൊണ്ടുപോകാം, 2 മണിക്കൂർ ചെയ്യാണ്ട്. ഞാൻ ഒരു പോലെ പറഞ്ഞു, നീ എന്നെ കൊണ്ടുപോയാൽ മതി. ഞാൻ 12 മണിക്കൂർ വൈകിക്കും. ആ ദുബൈയിൽ ഞാൻ ഷാർജയിൽ 12 മണിക്ക് തന്നെ ഭാഷകൾ എത്തിക്കോളാം. ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ സഹോദരനെ കാണുന്നില്ല. 12 1 മണിയായി 1:30 1:30 വിളിച്ചു പോലെവിടെ ഭക്ഷങ്ങളെ ഇന്ന ഷോപ്പിംഗ് മോളിൽ അടുത്തത്. ശരി, 2 മണി 2:30 കാണുന്നില്ല. വീണ്ടും വിളിച്ചപ്പോൾ ഭക്ഷങ്ങളെ സിഗ്നലിൽ എടുത്തു. ഇതാ വരുന്നു പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഏതോ മനസ്സിലായി, ഇവൻ ഏതോ ഗുണായിട്ടുണ്ട്. ഇവനെ ലാൻഡ് ഫോണെ വിളിച്ചു. വിളിച്ചവൻ അമ്മ എടുത്തു. ആരെ? ഞാൻ പറഞ്ഞ തരവിൽ കുഞ്ഞി പാസ്റ്റാണ്. നമ്മുടെ മോൻ എന്നെ ഇന്റെ അടുത്ത് കൊണ്ടുപോകും. അയ്യോ എന്റെ പാഷ്. അപ്പൊ ബാത്റൂമിൽ കുടിക്കുക. മനസ്സിലായി? ഷോപ്പിംഗ് മോളിലെ പേര് പറഞ്ഞതും സിഗ്നൽ എല്ലാം വെറുതെ. ഇന്ന് രാത്രി പോസ്റ്റ് പറയുന്ന അവസാനിപ്പിക്കണം. പോസ്റ്റിന്റെ ആത്മാവിനെ ഭരിക്കുന്നത്
പുതിയ വർഷത്തിൽ പോസ്റ്റെല്ലാം വലിച്ചു കളഞ്ഞ് ശരിയായ ആത്മീയനായി ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കാൻ ദൈവകൃപ നൽകട്ടെ. എന്റെ സകല അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട ഷായി പാഷ ഉൾപ്പെടെ ഈ നല്ല സഭയ്ക്ക് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ മെസ്സേജ് മറക്കരുത്, ഉള്ളവേ അത് മറക്കരുത്, ഉള്ളവേ പറയാമോ. ദൈവം സഹായിക്കട്ടെ. വളരെ ശക്തമായ ഒരു ആത്മീയ സന്ദേശം ദൈവത്തിലൂടെ ദൈവം നമുക്ക് തന്നതുകൊണ്ട് കൈയുയർത്തി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രസംഗമാണ്. എന്താണ് ഉള്ളത്? ഉറക്കെന്ന് പറഞ്ഞേ. നമുക്കില്ലാത്തൊരു കാര്യമാണ് ഉള്ളത് പറയുന്നത്. ദൈവരാജ്യത്തിൽ ഏറ്റവും പോകാനുള്ള തിടുക്കത്തോടെ നാം ഇരിക്കുന്നവരാണ് കർത്താവിന്റെ സന്നിധി പോകാൻ വേണ്ടി. പക്ഷെ സത്യം മാത്രം സംസാരിക്കും. ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് വളർമ്പോൾ എഴുതാൻ കൊടുക്കുന്നത് പെൻസിലാണ്. എന്ന് പറഞ്ഞേ, പെൻസിൽ. പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം. എന്ത് തെറ്റെഴുതിയാലും, എന്ത് ചീത്ത വാക്ക് എഴുതിയാലും, എന്ത് ദോഷം എഴുതിയാലും തെറ്റാണെന്നറിയുമ്പോൾ തുടച്ചു കളയാം, ഡിലീറ്റ് ചെയ്യാം. പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പെൻസിലിന്റെ മൂട്ടിൽ റബ്ബറുള്ള പെൻസിലുണ്ട്. പെൻസിലിന്റെ മൂട്ടില് എന്തിനാ? കുഞ്ഞെ നീ എഴുതുമ്പോ തെറ്റാൻ സാധ്യതയുണ്ട്. ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയാണ് ഈ റബ്ബർ തന്നിരിക്കുന്നത്. നന്നായി എഴുതി ശീലിച്ചു, പക്വതയിലെത്തി, പെൻസിൽ മാറ്റി, പിന്നെന്ത് വന്നു? പേന. പേന മാത്രമല്ല തന്നത്, അതിനകത്ത് ഇങ്ക് ഒഴിച്ചു, വാശി ഒഴിച്ചു. ഇനിയും തെറ്റാൻ പാടില്ല, തിരുത്താൻ വഴികളില്ല. യേശുവിനെ കണ്ടിറങ്ങിയിട്ട് ജീവിതത്തിൽ നിത്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. അങ്ങനത്തെ സമയം കിട്ടും. സ്നാനപ്പെടുമ്പോൾ പറയുമ്പോൾ സ്നാനപ്പെടുത്തും, വിവാഹം നടത്തിത്തരും, മരണ ശുശ്രൂഷ, അടക്ക ശുശ്രൂഷ, വേണ്ടതെല്ലാം ചെയ്യും. പക്ഷെ വ്യക്തിപരമായി ദൈവം നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് നിങ്ങളെ നിത്യതയിലെത്തുന്നത്. ചെറുരാമി പറഞ്ഞാട്ട് അർദ്ധരാത്രി സമയത്തിലേക്ക് നീങ്ങുകയാണ്. സമയാധികാരം കടന്നു പോവുകയാണ്. പലരുടെയും കണ്ണുകളിൽ ഉറക്കഭാരം എനിക്കിവിടെ നിന്ന് കാണാം. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കണ്ണൊക്കെ തുറന്നിങ്ങനെ പിടിച്ചിരിക്കുക. ഇടയ്ക്കൊക്കെ കണ്ണടയ്ക്കുന്നുണ്ട്, സാരമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ജോലി കഴിഞ്ഞ് വന്നവരുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരുണ്ട്. എന്തൊക്കെ കഴിഞ്ഞു വന്നാലും രാത്രി യോഗത്തിന് ഉറക്കം വരും. കർത്തദാസനെ ദൈവം രാത്രി ശക്തമായി ഉപയോഗിച്ചു. ഞാൻ മറക്കത്തില്ല ആ സന്ദേശം. ഉള്ളത് അതിരിക്കുന്ന കൈ കൊടുത്തെന്ന് പറയും. അടുത്ത വർഷം ഉള്ളതേ പറയാം. നിങ്ങളെ കള്ളം പറയരുത്, കള്ളം പറയരുത്, സത്യം പറയണം. സത്യം പറഞ്ഞതിന്റെ പേരിൽ കഴുത്തു പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ. അവൻ സത്യത്തിന് സാക്ഷ്യം പറയാൻ വന്നവനെന്നാണ് യേശുവിനെ കുറിച്ച്. സത്യത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന പോകണം. സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ അവഗണിക്കുന്നെങ്കിൽ അവഗണിക്കട്ടെ. സത്യം പറയണം. നിങ്ങളുടെ മാതാപിതാക്കളോട് സത്യം പറയണം. രണ്ടാം, നിങ്ങൾ ദൈവത്തോട് സത്യം പറയണം. നിങ്ങളെ നയിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, നിങ്ങളുടെ നടത്തിപ്പുകാരോട് നിങ്ങൾ സത്യം പറയണം. സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും വില കൊടുക്കേണ്ടി വന്നാൽ അതിന് ഉത്തരവാദി കർത്താവായിരിക്കും. ഒരാമിനോടൊക്കെ പറഞ്ഞാട്ട് തുടർന്ന് കാലുകളുടെ ശുശ്രൂഷ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പേര് താഴെ 2 ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്.